സംസ്ഥാനത്ത് 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു. തിരുവനന്തപുരത്തും കൊല്ലത്തും യെല്ലോ അലർട്ടാണ്. നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയുടെ ശക്തി നേരിയ അളവിൽ കുറഞ്ഞേക്കും. സനിസ ശോഭാചന്ദ്രനുണ്ട് വിവരങ്ങളുമായി. സനിസ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? സോന, 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്ന സാഹചര്യമാണ്. എന്നാൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ നാളെയും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ഒരു സാഹചര്യമാണ്. ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നാളെയും നൽകിയിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലും അതുപോലെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലുമാണ് നാളെ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. 10 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ്. ഇന്നലെ നൽകിയ വിവരം അനുസരിച്ച്, മുന്നറിയിപ്പ് അനുസരിച്ച്, ഇന്ന് ഉച്ചവരെ നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് നാളെ മഴ മുന്നറിയിപ്പില്ല എന്നായിരുന്നു, മഴ ശമിക്കുമെന്നായിരുന്നു നൽകിയിരുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എന്നാൽ നാളെയും മഴ തുടരുമെന്നതാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. അപ്പോൾ 2 ദിവസം കൂടി ഈ മഴ കനത്ത് തന്നെ തുടരുമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ദിവസം വലിയ തരത്തിൽ മഴ പെയ്തിട്ടുണ്ട്. തുടർന്നും ഇന്നും നാളെയും കൂടെ മഴയാകുമ്പോൾ അത് വലിയ തരത്തിലുള്ള ആഘാതമാണ് ഉണ്ടാക്കുക. ഇപ്പോൾ തന്നെ മണ്ണ് വലിയ തോതിൽ ജലാംശം വലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചലിനും മലവെള്ളപ്പാച്ചലിനും ഒക്കെയുള്ള സാധ്യത ഒന്നുകൂടി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നാളെ നേരിയ അളവിൽ മഴയിൽ ഒരു കുറവുണ്ടാകും. പക്ഷേ എങ്കിൽ പോലും ജാഗ്രത വളരെ ശക്തമായി തന്നെ തുടരേണ്ട ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ഇപ്പോൾ തുടരുന്ന രീതിയിൽ വലിയ തരത്തിൽ ജാഗ്രത തുടരണം. എല്ലാ തരത്തിലും തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ഇതിൽ ഏറിയ പങ്കുമുള്ളത്. ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അപകടങ്ങൾ, ഇപ്പോൾ തന്നെ മഴക്കെടുതിയിൽ 8 മരണമായി സംസ്ഥാനത്ത്. അതും പെട്ടെന്നുണ്ടായ ഒരു മഴ, അത് വലിയ തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളിലേക്ക് മാറുന്നു. അതിനെ തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. സർക്കാരിനെതിരെ ഇതിനോടകം തന്നെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ഇനി നാളെയും കൂടെ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ ന്യൂനമർദ്ദ പാത്തി വടക്കൻ ജില്ലകളിലേക്ക് പ്രവേശിച്ച് കൊണ്ടും പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നത് കൊണ്ടും മഴ കനത്ത് തന്നെ നിൽക്കുമെന്ന് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള ജാഗ്രത പാലിക്കണം. ഡാമുകളിലും നദികളിലും ഒക്കെ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് അരികിൽ താമസിക്കുന്നവർക്ക് നിർദ്ദേശം നൽകേണ്ടതുണ്ട്. അതും മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ, മുന്നറിയിപ്പിന് ശേഷമല്ല നിർദ്ദേശം നൽകേണ്ടത്, മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ നിർദ്ദേശം നൽകി അവരെ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടി ഇല്ലെങ്കിൽ ദുരന്തം ഒന്നുകൂടി വലിയ ആഘാതത്തിലേക്ക് കടക്കും. മരണസംഖ്യ ഉയരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലാണ് മഴയുടെ പോക്ക്. സോന, ശരി, തീർച്ചയായും ജാഗ്രത തുടരണം എന്നുള്ളത് തന്നെയാണ്. നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് സനിസ ശോഭാചന്ദ്രൻ പറയുന്നത്.